അടിച്ചിരിക്കും. ഏതാ ഈ വെളുത്ത വിശാശേ? സുന്ദരൻ മുതലാളിമാരെ ബന്ധുവാണെങ്കിൽ എന്തിനാ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന വീട്ടിൽ താമസിച്ചൂടെ? കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനാ. അത് യാരെന്താ തിരുട്ടു മൂഞ്ചി? അയ്യോ ഇതെന്താ വേഷം? ഞാൻ കുളിക്കാൻ തുടങ്ങായിരുന്നു. ആണോ? അപ്പത്തോടാ ഒരു പ്രാന്തകത്തെറിയിരിക്കുന്നു. ഏതാ ഈ അലവല? എന്റെ കർത്താവേ, ഈ നാട്ടിലെ ദ്രോഹികൾക്ക് ഒരു പണിയില്ലല്ലോ, പിന്നെ എന്താ ഈ പരമദ്രോഹി ഇറക്കുമതി? ആരിവൻ കല്ലും തൂക്കി പോയിടുന്നു. ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കുന്നത്? കരിഞ്ഞ ഋത്തിക് റോഷൻ പോയണ്ടോടാ? കണ്ടു. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദീർഘിപ്പിച്ചോളൂ. എന്താ ധൃതി? സ്നേഹിതരെ, ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നമ്മളോടൊന്നും തോന്നല്ലേ? സിക്സ് പാക്ക് ആണെന്ന് തോന്നുന്നു. ഇത് ഏറ്റക്കടി കണ്ടില്ലേ? ഇതുപോലൊരു ബോയ് ഫ്രണ്ട് കിട്ടിയിരുന്നെങ്കിൽ പൊളിക്കൂ. കണ്ണില്ലാത്തതുകൊണ്ട് ആ പെൺകുട്ടിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരുടെ അച്ഛന് കൂടുതൽ ഇഷ്ടവും. ഇവനും കൊണ്ട് അവരുടെ സർക്കസ് സമയത്ത് ചേർന്ന പിന്നെ ഒരു ഒട്ടകത്തിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ കാര്യമായിട്ട് ഞാനും കാര്യമായിട്ട് പറഞ്ഞ. എന്നെ പോലെ ഒരാൾക്ക് ഒരു കണ്ണൂട്ടേക്ക് ആലോചിക്കാന്ന് പറഞ്ഞ അതിന്റെ ഒരു മുതുകില് മസലും വെച്ച് ഋത്തിക് റോഷൻ പോണ പോക്കണ്ട. അവന്റെ മുതുകത്തിരിക്കുന്ന കൂനല്ല, അഹങ്കാരോ. ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബലീസ് എന്ന് പറയും, ക്രിസ്ത്യാനികൾക്കിടയിൽ അവനൊരു പേര്. ബാബു ആ ചേട്ടാ, പണവും ബേടാവും നമുക്കുണ്ടിനാ. സൈറ്റുണ്ടല്ലോ, സൈറ്റിൽ പണിയുണ്ടല്ലോ. വാശമുണ്ടിന്റെ പൊടിയാവാ. സുന്ദരാ, നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചു. വരുന്ന നൗഷാദ് വാവ.